ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അവസാനത്തിൽ കാണും ഇതിന്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് കണ്ടിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. കാരണം ഞാനിത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിക്ക് ഇതിന്റെ റിസൾട്ട് കണ്ടിട്ട്. അത്രയും അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ ഈ വെയിലേറ്റിട്ട് വന്നിട്ട് മുഖമെല്ലാം സൺ ടാൻ അടിച്ച് നല്ല കറുത്ത് പോയി എന്നുള്ള ടെൻഷൻ ഉണ്ട് എന്നുള്ളവർക്ക് ഇതിപ്പോൾ തന്നെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ ഉപയോഗത്തിൽ തന്നെ ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത്. ഇതിന് നമുക്ക് വേണ്ടത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ പുഴുങ്ങി ഇത് ഇത്രയൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഞാനൊരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കംപ്ലീറ്റ് പുഴുങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു പീസ് ഞാനിപ്പോൾ എടുത്ത ഈ ഒരു പീസല്ലേ, ഈ ഒരു പീസ് തന്നെ മതിയാവും. ബാക്കി നമുക്ക് ആവശ്യമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. പുഴുങ്ങിയത് കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഇത് വീണ്ടും ഫേസ് പാക്കായിട്ട് ഇടാം. ഈ ഫേസ് പാക്ക് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു മാറ്റം മുഖത്തേക്ക് വരുന്നതായിരിക്കും. ഇത് ഒറ്റ പ്രാവശ്യം തേച്ചിട്ടൊന്ന് കഴുകി നോക്കാം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് വിശ്വാസമാവും. അപ്പോൾ ഇത് ഞാനിത് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പീസ് മാറ്റി വെക്കാം. ഇത് ഇത്ര മാത്രം മതി. ഞാനിങ്ങനെ ചിരകി എടുത്തത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെറുകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സ്പൂൺ കൊണ്ട് നല്ലോണം മാഷ് ചെയ്തെടുത്താലും മതി. പക്ഷെ ഇങ്ങനെ ചിരകി എടുത്താലുള്ള ഗുരു നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നല്ല രീതിയിൽ, അതായത് മഷി പോലെ നല്ല പറയില്ലേ, അതുപോലെ ഒന്ന് മാഷായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി എടുത്താലും മതി. അപ്പോൾ ഇത് എനിക്കിപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പച്ചരിപ്പൊടിയാണ്. വറുക്കാത്ത പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പുട്ടിൻ്റെ പൊടിയൊന്നും എടുത്തിടരുത് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പാലാണ്. പാലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിനുള്ള അത്രയും പാല് നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കുക. എന്നിട്ട് വീണ്ടും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഒഴിക്കുക കേട്ടോ. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണോളം തൈരാണ്. തൈരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് സ്പീഡിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടിയെല്ലാം പുറത്തേക്ക് തെറിച്ചു പോവും. കാരണം ഈ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഇട്ടത് കൊണ്ട് തന്നെ അത് പാലിലേക്ക് മിക്സായി കിട്ടണം. അതുകൊണ്ട് സ്പീഡിൽ ഫസ്റ്റ് ഇളക്കാൻ പാടില്ല. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ പാലും അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും അരിപ്പൊടിയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് നല്ലൊരു പരുവായിട്ട് കിട്ടണം. അത് ആ ഒരു രീതിക്ക് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് മിക്സായി കിട്ടുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൽ പിന്നെ കട്ടി കൂടുതൽ, അതായത് ഈ ഒരു ഫേസ് പാക്ക് കുറച്ച് കട്ടി കൂടുതലുണ്ട് എന്ന് തോന്നുന്ന ഒരു സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ബാക്കിയുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും പാല് ഇതിലേക്ക് ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇത്ര കട്ടിയിലെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അധികം ലൂസായി പോകാൻ പാടില്ല, അധികം ടൈറ്റായി പോകാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഞാനിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാൽ ഒഴിച്ചിട്ട് ഇത് കൺസിസ്റ്റൻസി റെഡിയാക്കുന്നതിന് മുന്നേ നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കുരുവെല്ലാം വീണ് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തേക്ക് ഒഴിവാക്കി കളയുക. അതിനുശേഷം അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതും കൂടി നന്നായി മിക്സ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി വന്ന പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. കൺസിസ്റ്റൻസി ലെവലല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് പാക്ക് ആ ഒരു കൺസിസ്റ്റൻസി ലെവലായിട്ട് കിട്ടും. ഈ ഒരു ഫേസ് പാക്ക് അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾക്ക് ടാൻ മാറാൻ വേണ്ടിയിട്ട് കയ്യിലും കാലിലും കഴുത്തിലും മുഖത്തും എല്ലാം ഇത് അപ്ലൈ ചെയ്യുക. ഒറ്റ ഉപയോഗത്തിൽ തന്നെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അധികം ടൈറ്റും ആയി പോകാൻ പാടില്ല, എന്നാലോ ഭയങ്കര ലൂസായി പോകാനും പാടില്ല. ആ ഒരു രീതിക്ക് നിങ്ങൾ ഇത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഫേസ് എല്ലാം നല്ലോണം ഒന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്ത് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. 2 മിനിറ്റ് മസാജ് ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ 2 മിനിറ്റ് തന്നെ മസാജ് ചെയ്ത് ഇത് മുഖത്തേക്ക് തേച്ച് പിടിപ്പിക്കുക. മുഖത്ത് മാത്രമല്ല കഴുത്തിലും എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ നല്ല രീതിയിൽ തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്ത് ഒരു സർക്കുലർ മോഷനിൽ മസാജ് കൊടുക്കുന്നതാണ് നന്നായിരിക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ ഒരു 25 മിനിറ്റ് എങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ് എങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കുക. അതിനുശേഷം നിങ്ങളിത് കഴുകിക്കളയട്ടോ. എപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഫേസ് പാക്ക് എല്ലാം ട്രൈ ചെയ്യുന്ന സമയത്ത് കഴിയുന്നത് നിങ്ങൾ ഈവനിങ് ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് പുറത്ത് വെയിലൊന്നും കൊള്ളാത്ത
അതായത് വെയിലത്തൊന്നും പോവാത്ത ആ ഒരു സമയത്ത് ചെയ്യുക. അപ്പൊ ഇതാ ഞാനൊരു 25 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം ഇത് കഴുകി കളയാണ്. ആ കഴുകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അത്രയും നല്ലൊരു ഫേസ് പാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് നിങ്ങളോട് പറയുന്നത്. ഈ സാധനങ്ങളെല്ലാം നിങ്ങളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുമാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങൾ കമന്റിലൂടെ വന്ന് കമന്റ് അറിയിക്കുക. കണ്ടോ, കഴുകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എത്രമാത്രം കളറ് വരുന്നുണ്ട് എന്നുള്ളത്. പുറത്ത് വെയിലത്ത് പോയിട്ട് മുഖം നല്ല കരുവാളിച്ച് വരുന്ന സമയത്തല്ലേ ഇതൊന്ന് ചെയ്യാന്നാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ കിട്ടും. നിങ്ങൾ എപ്പോഴും വെയിലത്ത് പോയി വന്നാൽ മുഖം നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് കഴുകുകയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സൺ ടാൻ വരൂല. അപ്പോൾ ഇതാ നമ്മളെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ അപ്ലൈ ചെയ്ത കൈയിൽ തന്നെ ചെയ്യാത്ത ഭാഗം നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്.